class 11 physics for HSC, CBSE and ISC students. We are seeing chapter number 4 plus 1 motion in a plane. Today the topic is centripetal acceleration, central acceleration or centripetal acceleration, class number P27. Class 11 physics plus 11 physics, centripetal acceleration class. Centripetal acceleration. What is it? When a particle describes a circular path with uniform speed, its direction changes. The particle therefore experiences an acceleration. Whenever a particle is executing uniform circular motion, there is an acceleration of the particle directed towards the center of the circle. This acceleration is called central acceleration or centripetal acceleration. Whenever a particle is describing uniform circular motion, there is an acceleration acting on the particle directed towards the center of circle, and that acceleration is called central acceleration. When a particle describes a circular path with a uniform speed, its direction changes continuously. The particle therefore experiences an acceleration, and this is called centripetal acceleration. ഒരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ മോഷൻ നടത്തുമ്പോൾ ആ പാർട്ടിക്കിളിന് പുറത്ത് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലേക്ക്, സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ആക്സിലറേഷൻ പ്രവർത്തിക്കും, ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഇതിന് പല പേരുണ്ട്. സെൻട്രൽ ആക്സിലറേഷൻ എന്ന് പറയും, നോർമൽ ആക്സിലറേഷൻ എന്ന് പറയും, റേഡിയൽ ആക്സിലറേഷൻ എന്ന് പറയും, സെൻറ്റർ സീക്കിംഗ് ആക്സിലറേഷൻ എന്ന് പറയും, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയും. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ വ്യത്യസ്തമായ പേരുകളാണ്. സെൻട്രൽ ആക്സിലറേഷൻ, നോർമൽ ആക്സിലറേഷൻ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, റേഡിയൽ ആക്സിലറേഷൻ, സെൻറ്റർ സീക്കിംഗ് ആക്സിലറേഷൻ, അങ്ങനെ വ്യത്യസ്തമായ പേരിലാണ് അറിയപ്പെടുന്നത്. മോസ്റ്റ് കോമൺ ആണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള അതിൻ്റെ ഡെറിവേഷൻ ഡയഗ്രാം വരച്ചിരിക്കുന്നത് ഒരു സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സർക്കിൾ കാണിച്ചിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ കൂടെ ഒരു വെക്റ്റർ ട്രയാങ്കിളും, വെക്റ്റേഴ്സ് കാണിക്കുന്ന ഒരു ട്രയാങ്കിളും വരച്ചിട്ടുണ്ട്. ആ സർക്കിളിൽ നമ്മൾ എന്തെല്ലാം മാർക്ക് നോക്കുക. ഒ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്റർ, R1 is R, ആദ്യ റേഡിയസ്, പാർട്ടിക്കിൾ ആൻറ്റി ക്ലോക്ക് വൈസ്, പി ആണ് പാർട്ടിക്കിൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. ഡെൽറ്റ ടി സമയം കഴിയുമ്പോൾ പാർട്ടിക്കിൾ ക്യൂവിലെത്തും. ഡെൽറ്റ ഇസ് ഡിസ്റ്റൻസ്. അപ്പോൾ അവിടെ R2 എന്നുള്ള ദൂരം നമ്മൾ കാണിക്കുകയാണ്. R2 ദൂരം വെക്ടറായിട്ട് നമ്മൾ പറയുകയാണ്. ട്രയാങ്കിളിലെ വെക്ടർ അഡീഷൻ അത് R+Δs ആണ്. പി എന്നുള്ള പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ V1, ക്യൂ എന്നുള്ള പോയിന്റിൽ വെലോസിറ്റി ഡയറക്ഷൻ QB, അത് V2 ആണ് വെലോസിറ്റി. ഇപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുകയാണ്. ആ ഡയറക്ഷൻ മാറുന്നത് കൊണ്ടാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിലും ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് സെൻറ്ററിലേക്ക് ആക്സിലറേഷൻ ഉണ്ടാകും. അതാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഈ വെലോസിറ്റി ചേഞ്ചുകളെ നമ്മൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുകയാണ്. നോക്കുക, ഇവിടെ ആ ചിത്രത്തിൽ സൈഡ് CP എന്ന് പറയുന്നത്, സൈഡ് CP കാണിക്കുന്നത് V1 എന്നുള്ള വെലോസിറ്റിയാണ്. സൈഡ് BQ സ്മോൾ q കാണിക്കുന്നത് ചേഞ്ച് വെലോസിറ്റിയാണ്. QC കാണിക്കുന്നത് V2 വെലോസിറ്റിയാണ്. V2 വെലോസിറ്റി V+ΔV ആണ്. പിന്നെ സൈഡ് ട്രയാങ്കിളിൻ്റെ സൈഡ് CP കാണിക്കുന്നത് V1 വെലോസിറ്റിയാണ്. ഇപ്പോൾ ചേഞ്ച് ആര് നോക്കുക, ഡെൽറ്റ V കാണിക്കുന്നത്, ഡെൽറ്റ V. അപ്പോൾ ഫിഗർ എയിൽ V1 വെലോസിറ്റി, V2 വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ V കാണിക്കും, ഡെൽറ്റ V. അപ്പോൾ ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി 2 പോയിന്റ് എത്തുമ്പോഴാണ്, പിയിൽ നിന്ന് ക്യൂവിൽ എത്തുമ്പോഴാണ് ചേഞ്ച് വെലോസിറ്റി ഉണ്ടാകുന്നത്. ആ എ എന്നുള്ള പടത്തിൽ നമ്മൾ പിക്ക് ദൂരത്തെ ഡെൽറ്റ എസ് എന്ന് മാർക്കുന്നുണ്ട്. ഈ 2 ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കിക്കേ, ഇൻ ദ ഫസ്റ്റ് ഫിഗർ O is center, R1 equal to R is initial radius, the position of particle is P, particle moves with a velocity V1 is shown in the figure as P. After a time, the particle reaches at the point Q. At the point Q, velocity is represented as V2. When velocity V1 changes to V2 at Q, there is change in velocity. Change in velocity is delta V. Delta V is shown in figure B. Delta V is shown in figure B.
And in figure A, the distance PQ we have marked as delta S. The angle at the center is delta theta. And that angle will be the angle between PQ. Angle between, in the figure, angle between PQ and OP is, it is 90. The angle between OQ and OP is delta theta. And the delta theta is also marked in figure B. Delta theta is marked in figure B at the point C. The side opposite to delta theta is delta V. And triangle OPQ in figure A and triangle C small p small q in figure B, they are similar triangles, and we apply the properties of similar triangle. So about the figure we can read one sentence. Consider a particle describing a circular path of radius r centered at O. Let P be the position of the particle at any instant t and q its position after a time t plus delta t. The direction of the velocity at any point on the circular path is along the tangent drawn on the path from that point. Let V1 and V2 be the V1, V2 vectors be the velocities of the particle at point P and Q respectively. V1 and V2 are equal in magnitude but different in direction. അപ്പോൾ ചിത്രത്തിൽ പി ക്യു രണ്ട് പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. P1 വെലോസിറ്റി V1 ആണ്, Pയിലെ വെലോസിറ്റി V1 ആണ്, Qയിലെ വെലോസിറ്റി V2 ആണ്. ആ വെലോസിറ്റി രണ്ട് മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്, പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. Now figure A കാണുന്നൊരു കാര്യമാണ്. Let delta S be the displacement from P to Q in a time delta t. Let R1 is equal to R, R1 is equal to R, and delta V is the change in velocity in time delta t. In time delta t, the vector change in velocity delta V, the change in velocity delta V, the vector change in velocity is delta V is obtained from figure B. Figure B. For this, we draw vectors Cp and Cq. Cp and Cq representing V1 and V2 from same initial point. നമ്മൾ ഒരു വെക്ടർ ട്രയാങ്കിൾ വരക്കും. The vector PQ represents delta V. Triangle OPQ and small CPQ. ഒന്നാമത്തെ പടത്തിൽ OPQ ട്രയാങ്കിൾ, രണ്ടാമത്തെ പടത്തിൽ CPQ ട്രയാങ്കിൾ. Triangle OPQ and CPQ are similar since the two sides of each triangle are equal and angle between them is delta theta. അപ്പോൾ സിമിലർ ട്രയാങ്കിൾ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യണം. PQ by OP is equal to PQ by CP ആയിരിക്കും. തുല്യ ആംഗിൾ നിലയുള്ള വശങ്ങളെ റേഷ്യോ PQ by OP is equal to PQ by CP. എന്താണ് PQ? PQ is delta S. Delta S by R, OP is R, is equal to small PQ, delta V, small CP, V, delta S by delta S by delta R is delta V by V. In that manner we write. And this again we rearrange. ആ പടം നോക്കി വെരിഫൈ ചെയ്യണം. Again we rearrange. Delta V is equal to V by S delta S. Delta V is equal to V by S, V by R delta S. Delta V is equal to V by R delta S. ഇത് ഓർത്തിരിക്കണം. ഇനിയുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നും. ഇത്രയും ചെയ്താൽ മതി. ഇനിയുള്ള ഈ ഡെൽറ്റ വി is equal to V by R ഡെൽറ്റ എസ് കിട്ടിയാൽ എന്ത് ചെയ്യണം? We have delta V is V by R delta S. To find the expression for centripetal acceleration, we divide this equation by delta T. Then we get delta V by delta T is equal to V by R into delta S by delta T. And we apply limiting case when delta T tends to 0. When delta T tends to 0, delta V by delta T is equal to
dv by dt. In that manner we get. That is acceleration. Similarly, delta s by delta t. In the limiting case, it will become velocity. So in the LHS, we get a. In the RHS, we get v by r into v squared by r. A is v squared by r. That is relation. A is v squared by r. That is the expression for centripetal acceleration. And that is explained below. ഈ ലിമിറ്റ് എടുക്കുമ്പോൾ ആക്സിലറേഷൻ കിട്ടും, ലിമിറ്റ് എടുക്കുമ്പോൾ വെലോസിറ്റി കിട്ടും എന്നുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അത് അല്പം കൺഫ്യൂഷൻ തോന്നാം, പക്ഷെ സിമ്പിളാണ് കാര്യം. നിങ്ങൾ ആ ടോപ്പ് റിലേഷനാണ് ഓർത്തിരിക്കേണ്ടത്. ആ ടോപ്പ് റിലേഷൻ ഡെൽറ്റ ടി കൊണ്ട് ഹരിച്ചിട്ട് ലിമിറ്റ് എടുക്കുമ്പോൾ LHSൽ എ എന്ന് കിട്ടും, RHSൽ വി ബൈ ആർ ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. അത്രയുള്ള കാര്യം. അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് നോക്കുക. യു സി വാട്ട് ഈസ് ഡൺ ഹിയർ. Dividing both sides by delta t and taking the limit to delta t tends to 0. Therefore, limit to delta t tends to 0. Delta v by delta t is that is in the LHS. In the RHS, v by r is constant taken out. Limit delta t tends to 0. Delta s by delta t. The term in the LHS is a. It is written here. From definition, limit delta t tends to 0. Delta v by delta t is instantaneous acceleration a. And the limited time in the RHS, limited delta t tends to 0, delta s by delta t is instantaneous velocity. So in the limit equation, LHS is A, RHS is v by r into v, that is v squared by r. So we get A is v by r into v squared by r. This is the equation for centripetal acceleration. The first equation for centripetal acceleration is A is v square by r. And also we can rearrange, we can change the form of this equation. If we substitute v is r omega in this equation number 1, we get A is r square into omega square. V is r omega, so r square omega square by r. R will cancel. We get r omega square. Thus we have centripetal acceleration A is equal to v square by r or r omega square. അപ്പോൾ മുകളിൽ കാണുന്ന റിലേഷൻ ഉണ്ടല്ലോ, A is v by r into v, അത് v square by r എന്ന് കിട്ടും. ഇതാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ. ഇതിൽ തന്നെ v എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് r omega. r omega എന്ന് കൊടുത്താൽ A is equal to r omega whole square by r, r വെട്ടിപ്പോയിട്ട് r omega square. അപ്പോൾ സെൻട്രൽ ആക്സിലറേഷന് സെൻട്രിപീറ്റൽ ആക്സിലറേഷന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് A is v square by r, രണ്ട് A is r omega square. അപ്പോൾ അതൊന്നുകൂടി പറയുകയാണ് ഇവിടെ. The instantaneous acceleration A is always along direction of the change in velocity delta v, and hence it is directed towards center of circle. That is why the acceleration is called centripetal, center seeking acceleration. അതുകൊണ്ടാണ് ഇതിന് സെൻട്രൽ സീക്കിംഗ് ആക്സിലേഷൻ സെൻട്രിപിറ്റൽ ആക്സിലേഷൻ എന്ന് പറയുന്നത്. We thus note that centripetal acceleration has magnitude v squared by r or r omega square, which is a constant in uniform circular motion, but its direction changes continuously and is directed radially inward. അപ്പോൾ റേഡിയസിലൂടെ അകത്തേക്ക് സെൻറ്ററിലേക്ക് നോർമലായിട്ട് പ്രവർത്തിക്കുന്ന ആക്സിലേഷൻ, അതാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച ഫോർമുല ഇതാണ്. ആംഗുലാർ സ്പീഡ് ഒമേഗ ഈസ് തീറ്റ ബൈ ടി. അത് തീറ്റ ബൈ ടി എന്ന് പറഞ്ഞാൽ ഒമേഗ, അത് നമ്മൾ 2π ന്യൂ എന്നോ 2π എന്നോ പറയാം. n ഫ്രീക്വൻസിയാണ്, n 1/t 2π/t എന്ന് എഴുതുക. ലീനിയർ വെലോസിറ്റി v is r omega, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ A is v square by r omega square. ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ കാൽക്കുലേഷൻ ഈ ട്രയാങ്കിളിൻ്റെ കമ്പാരിസൺ നോക്കിക്കോളാം കേട്ടോ. ട്രയാങ്കിൾ കമ്പാരിസൺ. ഇപ്പം നമ്മൾ ഈ പടത്തിൽ ഒന്നാമത്തെ പടത്തിൽ OPQ ട്രയാങ്കിൾ, രണ്ടാമത്തെ പടത്തിൽ CPQ
സി പി ക്യു ട്രയാങ്കിൾ കേട്ടോ, സി പി ക്യു ട്രയാങ്കിൾ. ചെറിയ താഴത്ത് സി സ്മോൾ സൈഡ് വിചാരിച്ചാൽ സി പി ക്യു ട്രയാങ്കിൾ ത്രികോണത്തിൽ ഡെൽറ്റ തീറ്റയും 90 ഡിഗ്രിയും കാണിച്ചിട്ടുണ്ട്. ഡെൽറ്റ തീറ്റയും 90 ഡിഗ്രിയും ഒന്നാമത്തെ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ തീറ്റയ്ക്ക് എതിരെയുള്ള ഫസ്റ്റ് പടത്തിലെ ദൂരം ഡെൽറ്റ എസ് ആണ്. ഡെൽറ്റ എസ്. അപ്പോൾ ഡെൽറ്റ എസ് ബൈ ആർ, ഡെൽറ്റ എസ് ബൈ ആർ ഇവിടെ വരുമ്പോൾ ഡെൽറ്റ വി ബൈ വി എന്ന് വരണം. കാരണം V1 ഈസ് വി ആണ്, V2 ഈസ് വി പ്ലസ് ഡെൽറ്റ വി. ഡെൽറ്റ വി വ്യക്തമായിട്ട് മുകളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ വി ബൈ വി രണ്ടാമത്തെ പടത്തിൽ, ഫസ്റ്റ് പടത്തിൽ ഡെൽറ്റ എസ് ബൈ ആർ ആയിരിക്കും. അപ്പം അങ്ങനൊരു ഇക്വേഷൻ ഇവിടെ എഴുതി കാണും. ഉണ്ടാ ഡെൽറ്റ എസ് ബോട്ടം നോക്കിയാൽ ഡെൽറ്റ എസ് ബൈ ആർ ഡെൽറ്റ വി ബൈ വി. അത് പഠിച്ചിട്ട് ഡെൽറ്റ വി എഴുതണം, ഡെൽറ്റ ടി കൊണ്ട് ഹരിക്കണം, ലിമിറ്റ് എടുക്കണം. ലിമിറ്റ് എടുക്കുമ്പോൾ ഉത്തരം കിട്ടും. ഒന്ന് കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കിയാൽ മതി. That is all with your 27th class on +1 physics. Thank you very much.